ഇവിടെ ഒരു കണക്ക് സാറ് ഒരു പയ്യനെ കൂട്ടിക്കൊണ്ട് വന്ന് അവനൊരു പേന കൊടുത്ത് അവനെ വല്ലാതെ അഭിനന്ദിക്കുന്നു. കാരണം അവൻ കണക്കിന്റെ എക്സാമിൽ 50 മാർക്കിൽ 49 മാർക്കും വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അവനിപ്പോൾ വളർന്നു വലുതായി അവന്റെ കണക്ക് സാറിന്റെ വീടിന്റെ അളവെടുക്കാൻ പോകുന്നു. കാരണം അയാളുടെ മകളുടെ കല്യാണത്തിന് അവന്റെ കയ്യിൽ നിന്നും ആ സാറ് കുറച്ച് പണം കടം വാങ്ങിച്ച് അത് തിരിച്ചടക്കാൻ പറ്റാതെ അവൻ സാറിന്റെ വീട്ടിലേക്ക് വന്ന് ആ വീടിന്റെ അളവെടുക്കാൻ ആരംഭിക്കുന്നു. തന്റെ കൺമുന്നിൽ വെച്ച് സ്വന്തം വീട് പോകുന്ന കാര്യമോർത്ത് അയാൾക്ക് സങ്കടം സഹിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അയാൾ ഇപ്പോൾ മകളുടെ വീട്ടിലേക്ക് ചെന്ന് എനിക്കൊരു സഹായം വേണം, കല്യാണത്തിന് ഞാൻ തന്ന സ്വർണ്ണമെല്ലാം കുറച്ച് നാളത്തേക്ക് ഒന്ന് മറയ്ക്കാൻ തന്നാൽ നമ്മുടെ വീട് നമുക്ക് തിരിച്ചെടുക്കാമെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട് അവളുടെ ഭർത്താവാണെങ്കിൽ സ്വർണ്ണമെല്ലാം നീ അച്ഛന് കൊടുത്താൽ ഞാൻ എന്ത് വെച്ച് ബിസിനസ് ചെയ്യും, അങ്ങനെ കൊണ്ട് പെൻഷൻ പണം വെച്ച് അതെങ്ങനെ തിരിച്ചെടുത്ത് തരാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ അത് കേട്ട് അച്ഛനാണെങ്കിൽ മകളോടൊന്നും പറയാതെ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ വീടില്ലാതെ തനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയതും അയാൾ ചെയ്യുന്നതെല്ലാം ഒരു പയ്യൻ കണ്ട് അവനിപ്പോൾ അയാളെ തടയുകയാണ്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം അയാൾ ആ പയ്യനോട് പറഞ്ഞ് ഒരു കള്ളനായ പയ്യൻ ആ വ്യക്തിയെ സഹായിക്കാൻ തീരുമാനിക്കുന്നു.